ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷ രഘുനന്ദനൻ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് USS സ്കോളർഷിപ്പിലെ 2025 ചോദിച്ച മാത്സിലെ ചില ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ നമ്മുടെ ചോദ്യം പറയുന്നത് ഓൺ ഇൻക്രീസിംഗ് ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ ബൈ 10% ദ ഇൻക്രീസ് ഇൻ ഏരിയ വിൽ ബി ഡാഷ്. ഇപ്പോൾ 4 ഓപ്ഷൻസ് അവിടെ തന്നിട്ടുണ്ട്. ഇപ്പം എന്താണ് ചോദ്യം പറയുന്നത്? ഓരോ വശവും 10% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഒരു സമചതുരത്തിന്റെ 10% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എത്ര ശതമാനമായിരിക്കും അതിന്റെ പരപ്പളവ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ നമുക്ക് എക്സ് എടുത്തിട്ട് ചെയ്യാം, പക്ഷെ അതിന് നല്ലത് ഇപ്പൊ 10% ഇൻക്രീസ് ആവുന്നത്. അപ്പൊ നമുക്ക് 10 സെന്റിമീറ്റർ എന്ന് എടുക്കാം. കാരണം അപ്പൊ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഇത് സോൾവ് ചെയ്തെടുക്കാം. ഒരു സമചതുരത്തിന്റെ വശം 10 ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ അതിന്റെ പരപ്പളവ് എന്തായിരിക്കും? ഏരിയ നമുക്കറിയാം അല്ലെ, സമചതുരത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ വശം ഇൻറ്റു വശം. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് 10 ഇൻറ്റു 10 നമുക്ക് എന്ത് കിട്ടി? 100 സെന്റിമീറ്റർ സ്ക്വയർ. സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ എന്താ പറയുന്നത്? ഈച്ച് സൈഡ്, ഓരോ സൈഡും എത്ര ശതമാനമാണ് കൂടുന്നത്? എത്രയാണോ ഈ സംഖ്യ അതിന്റെ ആ ഒരു വശത്തിന്റെ 10% കൂടുകയാണ്. അപ്പോ ഇവിടെ എന്താ ചെയ്യണത്? വശം ഓൾറെഡി 10 നമ്മൾ എടുത്തിട്ടുണ്ട്. 10ന്റെ പ്ലസ് എത്ര ശതമാനം കൂടുന്നുണ്ട്? 10% കൂടുന്നു. വശത്തിന്റെ 10%, 10% ഓഫ് 10 അല്ലെ? 10ന്റെ 10% കൂടും. വശത്തെക്കാട്ടിലും എന്താണ്? വശത്തിന്റെ 10% കൂടുതലാണ്. അപ്പൊ 10 പ്ലസ് 10% ഓഫ് 10. അപ്പൊ 10 പ്ലസ് 10ന്റെ 10% എന്ന് പറഞ്ഞാല് 1 10% എന്ന് പറഞ്ഞാൽ 10/100 ഇൻറ്റു 10. 0 നമുക്ക് കട്ട് ചെയ്ത് കളയാം. 10 ക്യാൻസൽ ആയി. അപ്പോൾ ഇവിടെ ഒന്നും ബാക്കിയില്ല, ഓൺലി 1. സോ 10 പ്ലസ് 1 നമുക്ക് കിട്ടി എന്താണ്? 11 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 11 ആണ് സൈഡ് എന്നുണ്ടെങ്കിൽ ഏരിയ എത്ര ആയിരിക്കും? പരപ്പളവ് സൈഡ് ഇൻറ്റു സൈഡ് 11 ഇൻറ്റു 11 121 ആയിരിക്കും അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എടുത്തതിന്റെ ഏരിയ നോക്കൂ, 100ഉം ഇപ്പൊ പുതിയ കിട്ടിയ 10% ഇൻക്രീസ് ആയിട്ടുള്ള കിട്ടിയ ഏരിയ എത്രയാണ്? 121. അപ്പൊ അതിന്റെ ഡിഫറൻസ്, വ്യത്യാസം എത്രയാണ്? 121 മൈനസ് 100 എത്ര കിട്ടി? 21. എത്രയാണ് വ്യത്യാസം? 21 ആണ്. ഡിഫറൻസ് 21 ആണ്. സോ 21% ആണ് നമുക്ക് അതിന്റെ ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഹാസ് എക്സാക്ട്ലി 6 ഫാക്ടേഴ്സ്. കറക്റ്റ് ആയിട്ട് 6 ഘടകങ്ങൾ വരുന്ന സംഖ്യ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനും ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഇവിടെ 4⁵5. അപ്പോൾ ഘടകം നോക്കാൻ ഏറ്റവും എളുപ്പവഴി എന്താണ്? ഇപ്പൊ 4 അല്ലെ? 4നെ നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് 2 സ്ക്വയർ എന്ന് എഴുതാലോ. 2 സ്ക്വയർ എഴുതാം. 2 ഇൻറ്റു 2. 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു 2. അപ്പൊ 2 സ്ക്വയർ. മുകളിൽ നമ്മൾ എന്തിട്ട് കൊടുത്തു? 5 ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ എന്ത് കിട്ടും? 2⁻10 എന്ന് കിട്ടും അല്ലെ? എന്താ കിട്ടുക? പവർ ഓഫ് എ പവർ. അപ്പോൾ എന്ത് വരും? ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ റൂള് പറയുന്നുണ്ട്. നമുക്കൊരു റൂൾ ഉണ്ട്, റൂള് പഠിക്കാണ്ട് a⁻m n വരുമ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? a⁻m × n. 2 പവർ ആവുമ്പോൾ 2 പവറും നമ്മൾ എന്ത് ചെയ്യും? ഗുണിക്കും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് 2⁻10 ആണ്. ഈ 2⁻10 കിട്ടുമ്പോൾ നമുക്ക് ഘടകങ്ങൾ കാണാൻ, ഫാക്ടേഴ്സ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പൊ എത്ര നമുക്ക് ഫാക്ടേഴ്സ് കിട്ടുക? 10ൽ ഒന്നും കൂടി കൂട്ടി കൊടുത്താൽ മതി. അപ്പൊ ഇതിന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം എത്രയാണ്? 10 + 1 11 നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ്. ഇവിടെ 11 ഫാക്ടേഴ്സ് ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് എത്രയാണ്? ചോദ്യത്തിൽ 6 ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അതല്ല നമ്മുടെ ഉത്തരം. ഇനി നെക്സ്റ്റ് 5⁻3. ഇതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനൊന്നും പറ്റില്ല, ഒരു പ്രൈം നമ്പർ ആണ്. അപ്പോ ഞാൻ പറഞ്ഞു പവറിൽ അല്ലെ, പവറിൽ 1 കൂട്ടി കൊടുത്താലാണ് നമുക്ക് ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ ഇവിടെ അതിന്റെ പവറിൽ 3 ആണ്. 3 + 1 ആണ്. പിന്നെ വരുന്നത് എത്രയാണ്? ഇതിന്റെ പവറിൽ 2 ആണ്. 2 + 1 ആണ്. അപ്പൊ ഇവിടെ എത്ര ഘടകങ്ങളായി? 4 × 3 12 ഘടകങ്ങളായി. അപ്പൊ ഇവിടെ 12 ഇവിടെ എത്ര ഘടകങ്ങൾ കിട്ടി? 11. ഇവിടെ 12. ഇതാണോ നമുക്ക് വേണ്ടത്? അല്ല, 6 ഘടകങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നെക്സ്റ്റ് 71⁵5.
5 കഴിഞ്ഞാൽ ഒന്നുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഫാക്ടറായി? ഇവിടെ 5 + 1 6 ഫാക്ടേഴ്സ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഉത്തരം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഒരു തവണ ഉത്തരം കിട്ടിയ എക്സാമിന് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ 1 ഉള്ളൂ അല്ലെ, 3⁻1 ആണ്. അപ്പൊ എത്രയായിരിക്കും അതിന്റെ പവർ? ഘടകങ്ങൾ 1 + 1 ഇൻറ്റു 5ന്റെ 1 ആണ്. സോ 1 + 1 ഇൻറ്റു 7ന്റെ 1 ആണ്. 1 + 1 ഇൻറ്റു 11ന്റെ എന്താണ്? 1 + 1 ആണ്. അപ്പൊ ഇവിടെ എത്രയായി? 2 × 2 4, 4 × 2 8, 8 × 2 16. 16 ഘടകങ്ങളാണ്. നമ്മളോട് ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് 6 ഘടകങ്ങൾ മതി. അപ്പൊ 6 ഘടകങ്ങൾ കിട്ടുന്ന സംഖ്യ ഏതാണ്? 71⁵. അതാണ് നമ്മളുടെ ആൻസർ. ഇനി നെക്സ്റ്റ്, if 6x - 1 is an odd number, what is the next greater odd number? 6x - 1 എന്നൊരു ഒറ്റ സംഖ്യ ആണെങ്കിൽ അടുത്ത വലിയ ഒറ്റ സംഖ്യ ഏതായിരിക്കും? നമുക്ക് അറിയണ കാര്യമാണ് അല്ലെ. നമുക്ക് ഒറ്റ സംഖ്യകൾ ഏതാ? ഇപ്പോൾ ഒന്നാണ് നമ്മളുടെ ഒറ്റ സംഖ്യ നമ്മൾ എടുക്കണമെന്ന് വിചാരിക്കാം. സോ നെക്സ്റ്റ് നമ്മളുടെ ഓഡ് നമ്പർ എന്തായിരിക്കും? 3. അടുത്ത ഓഡ് നമ്പർ എന്തായിരിക്കും? 5, 7. ഇങ്ങനെയാണ് നമ്മൾ ഒറ്റ സംഖ്യകൾ പോവുക. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം അല്ലെ, ഒറ്റ സംഖ്യ തമ്മിൽ വ്യത്യാസം എത്രയാണ്? ഡിഫറൻസ് എത്രയാണ്? 2, 2, 2 വെച്ചിട്ടാണ് കൂടി കൂടി പോണത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്ന ഒരു ഒറ്റ സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട് 6x - 1. അപ്പൊ അടുത്ത ഒറ്റ സംഖ്യ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് 1 കഴിഞ്ഞിട്ട് 3 കിട്ടി ഒറ്റ സംഖ്യ. അപ്പൊ 1ൽ 2 കൂട്ടുമ്പോഴാണ് 3 കിട്ടുന്നത്, 3ൽ 2 കൂട്ടുമ്പോഴാണ് 5 കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ ഒറ്റ സംഖ്യകൾ പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ 6x + -1ൽ നമ്മൾ 2 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓഡ് നമ്പർ കിട്ടുമല്ലോ. അപ്പോൾ 6x - 1 + 2 ലൈക്ക് ടേംസ് ആണ് നമ്മൾ കൂട്ടുക. 6x - 1 + 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് അല്ല, മൈനസും പ്ലസും വരുമ്പോൾ നമ്മൾ ഏത് ഓപ്പറേഷൻ ആണ് എടുക്കുക? മൈനസ് ആണ് ചെയ്യേണ്ടത്. വലുതെന്ന് ചെറുത് കുറയ്ക്കുക. 2ന്ന് 1 പോയാൽ 1. അപ്പൊ നമ്മുടെ അടുത്ത ഓഡ് നമ്പർ ഏതാണ്? 6x + 1. ഇതാണ് എൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ എന്ത് ചെയ്യണം? നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുക. സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് വീഡിയോയിൽ സോൾവ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഇതേപോലെ വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.